ഇതിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർക്കാരുടെ സ്വന്തം കൊട്ടിയൂരിലാണ്. ഉത്സവം തുടങ്ങിയ സമയത്തേ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് വൈകിപ്പോയി. കൊട്ടിയൂരിനെ പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ടല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എനിക്കറിയാവുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ പറയാം. യാഗം നടന്ന യാഗഭൂമിയാണ് അക്കരെ കൊട്ടിയൂർ. ദക്ഷൻ്റെ മകളായ സതീദേവിയെ പ്രണയിച്ച് ശിവൻ സ്വന്തമാക്കി. ദക്ഷൻ അവരോട് കടുത്ത ദേഷ്യമായിരുന്നു. ദക്ഷൻ ഒരു യാഗം നടത്താൻ തീരുമാനിക്കുകയും എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു. സതിയെയും ശിവനെയും മാത്രം ക്ഷണിച്ചില്ല. അച്ഛൻ ക്ഷണിക്കാതെ യാഗത്തിന് പോകാൻ സതി ശിവനോട് അനുവാദം വാങ്ങി. അവിടെ സ്വീകരിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് പരിഭ്രമം പറഞ്ഞ് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ശിവൻ സതിയെ യാത്രയയച്ച്. ദക്ഷനാൽ അപമാനിതയായതിനാൽ യാഗാഗ്നിയിൽ ജീവത്യാഗം ചെയ്തു. അതറിഞ്ഞ ശിവൻ യാഗം അലങ്കോലമാക്കി ദക്ഷൻ്റെ തലയറത്തു. ദേഷ്യം തണുത്ത ശിവൻ ആട്ടിൻതല വെച്ചു നൽകി. യാഗം പൂർത്തീകരിച്ചു. അതാണ് ഇവിടുത്തെ ഐതിഹ്യം. നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തേ, പിന്നെ വഴിപാടൊക്കെ കഴിപ്പിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു. ശബരിമല കഴിഞ്ഞാൽ ഇവിടെയാണ് അത്ര ജനത്തിരക്ക് എന്ന് പറയപ്പെടുന്നു. ഈ ക്യൂവിന് നിന്നിട്ടില്ല, കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ജനത്തിരക്കായിരുന്നു. പിന്നെ ഒരു ചേച്ചി ബോധം കെട്ട് വീണിട്ട് എടുത്തിട്ട് കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഡോക്ടേഴ്സ്മാരൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ മടങ്ങിയേട്ടാ. ഇതാണ് വാവേലിപ്പുഴ. ഇവിടെ അന്നെല്ലാം എല്ലാവരും കടന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം കടത്തുന്നില്ല, കാരണം ഇവിടെ കുറച്ച് അപകടങ്ങളൊക്കെ വന്നതുകൊണ്ട്. ഇതാണ് ഇക്കരെ കൊട്ടിയൂർ. ഇക്കരെ കൊട്ടിയൂരിൽ അക്കരെ കൊട്ടിയൂരിൽ ഉത്സവം നടക്കുമ്പോൾ പൂജകൾ നടക്കാറില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം കൊട്ടിയൂരിൻ്റെ ഓടപ്പൂ വാങ്ങി. ദക്ഷൻ്റെ താടി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് വീട്ടിൽ തൂക്കിയാൽ ഐശ്വര്യമാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ചന്തയിലേക്ക് വന്ന് പൊരിയൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടുപോയി.